പകർത്താതെ ഇസ്ലാമിന്റെ റസൂലിനെ സ്നേഹിക്കാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് സ്വർഗം ആഗ്രഹിക്കുന്നവർ, ഇസ്ലാമിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്നവർ അള്ളാഹുവിന്റെ കിതാബിനെ മുറുകെ പിടിക്കുക, അള്ളാഹുവിന്റെ കിതാബ് ജീവിതത്തിൽ പകർത്തുക, അതിനുവേണ്ടി ആഗ്രഹിക്കുക, മോഹിക്കുക. അങ്ങനെ ഖുർആനിലൂടെ ജീവിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുക. അതാണ് എനിക്ക് നിങ്ങളോട് ഈ സന്ദർഭത്തിൽ പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. സഹോദരങ്ങളെ, ഈ പവിത്രമായ സെന്റർ ഞാൻ ഈ പറഞ്ഞ അത്രയും കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ, സാക്ഷാത്കരിക്കാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഒരു മഹാസ്ഥാപനമാണ്. എനിക്കുറപ്പുണ്ട് അത് ഈ സെന്ററിലൂടെ സാക്ഷാത്കരിക്കപ്പെടുമെന്ന്. ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഈ സെന്ററിനെയും അതിന്റെ പ്രവർത്തനങ്ങളെയും കുറിച്ചു പലതും കേട്ടു, പലതും വായിച്ചു. എന്റെ ഈ പ്രാവശ്യത്തെ ഈ സന്ദർശന വേളയിൽ പലരുമായും ഞാൻ ഈ സെന്ററിനെ കുറിച്ച് സംസാരിച്ചു. ഈ സെന്ററിനെ കുറിച്ച് പറയുന്ന ഒരുപാട് ആളുകളെ ഞാൻ കണ്ടു. നിസ്സംശയം എനിക്ക് പറയാൻ സാധിക്കും, ഓരോ മുസ്ലിമും ഈ സെന്ററിൽ അഭിമാനിക്കേണ്ടവനാണ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുസ്ലിമീങ്ങളുടെ ഇടയിൽ ഐക്യമുണ്ടാക്കാനും ഇസ്ലാമിക പ്രബോധനം നടത്താനും, എന്തിനധികം അമുസ്ലിങ്ങളിൽ പോലും ഇസ്ലാമിക പ്രവർത്തനം നടത്താനുമുള്ള ഒരു പ്രകാശഗോപുരമായി ഈ മഹാസ്ഥാപനം മാറിക്കഴിഞ്ഞിരിക്കുന്നു. നാം കഴിഞ്ഞ പീസ് കോൺഫറൻസിൽ കണ്ടത് അതാണല്ലോ. എത്രയെത്ര സഹോദരങ്ങളാണ് ഇസ്ലാമിന്റെ വെളിച്ചം അവർക്ക് ഈ സമ്മേളനത്തിലൂടെ ലഭിച്ചത്. നമുക്ക് അല്ലാഹുവിനെ സ്തുതിക്കാം, അല്ലാഹുവിനെ സ്തുതിക്കാം. അത്രയും കണ്ണിന് കുളിർമയേകുന്ന, മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യമാണ് ഈ സമ്മേളനത്തിലൂടെ നാം കണ്ടത്. ഇതെല്ലാം അല്ലാഹുവിന്റെ തൗഫീഖ് ഒന്നുകൊണ്ട് മാത്രമാണ്, അല്ലാഹുവിന്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. പിന്നീട് ഈ രാജ്യത്തെ ഭരണാധികാരികളുടെ അങ്ങേയറ്റത്തെ സഹായവും, പ്രത്യേകിച്ച് ഈ രാജ്യത്തിന്റെ ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദും അദ്ദേഹത്തിന്റെ പത്നിയും നടത്തിക്കൊണ്ടിരിക്കുന്ന വല്ലാത്ത പ്രവർത്തനങ്ങൾ, അല്ലാഹു അവരുടെ പ്രതിഫലങ്ങൾ ഒരിക്കലും തടയാതിരിക്കട്ടെ. ഇവിടെ ഈ സെന്ററിൽ ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന, ഖുർആൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഈ സെന്ററിൽ എന്ത് തരം പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്തിയാലും ശരി, ആ പ്രവർത്തനങ്ങളുടെ എല്ലാം പ്രതിഫലത്തിന്റെ ഒരു പങ്ക് ഈ രണ്ട് മഹാവ്യക്തിത്വങ്ങൾക്കും എത്തും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അല്ലാഹു അതവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ മുമ്പിലിരിക്കുന്ന ഇവിടുത്തെ ഭരണാധികാരികളുമായി ബന്ധപ്പെട്ട ആളുകൾ, അവർ യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഭരണാധികാരികളും ഈ സെന്ററിന്റെ പ്രവർത്തകർക്കും ഇടയിലുള്ള ശക്തമായ ഒരു ബന്ധം സൃഷ്ടിക്കുന്നവരാണ്. അല്ലാഹു അവർക്ക് അതിന് തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഈ സെന്ററിന് വേണ്ടി ഈ ഈമാനിന്റെയും ഖുർആനിന്റെയും ഈ മഹാകോട്ടയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത, പരിശ്രമിച്ച, ഇപ്പോഴും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. പ്രത്യേകിച്ച് ഇതിന്റെ ഭാരവാഹികൾ, ഇവിടുത്തെ അധ്യാപകർ, ഇവിടുത്തെ വിദ്യാർത്ഥികൾ, ഈ സമ്മേളനത്തിനും ഈ സെന്ററിനും വേണ്ടി കഠിന പ്രയത്നം ചെയ്ത വളണ്ടിയർമാർ, എല്ലാവർക്കും അല്ലാഹു തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. അവരോടെല്ലാവരോടും ഞാൻ ഈ സന്ദർഭത്തിൽ എന്റെ അഗൈതവമായ കൃതജ്ഞത അറിയിക്കുകയും ചെയ്യുന്നു. സഹോദരങ്ങളെ, മുമ്പൊന്നുമില്ലാത്ത വിധം ഇസ്ലാം ശക്തമായ ഭീഷണിയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നാം മനസ്സിലാക്കണം, ഈ ഭീഷണിയിൽ നിന്ന് കരകയറാൻ അല്ലാഹുവിന്റെ കിതാബ് മുറുകെ പിടിക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ കിതാബ് മുറുകെ പിടിച്ച് മുന്നേറുക. തീർച്ചയായും അല്ലാഹുവിന്റെ ബർക്കത്തുകളും അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. എനിക്ക് സന്തോഷമുണ്ട് ഇവിടെ വരാനും നിങ്ങളുമായി സംസാരിക്കാനും സാധിച്ചതിൽ. ഞാനിവിടെ വെച്ച് പറയുന്നു, ഈ സെന്ററിന്റെ ഒരു എളിയ പ്രവർത്തകനും സേവകനുമാണ് ഞാൻ. നിങ്ങൾക്ക്
ഈ സെന്ററിന്റെ എന്ത് പുരോഗതിക്ക് വേണ്ടിയും എന്റേതായ പങ്ക് ഞാൻ നിർവഹിക്കുമെന്ന് നിങ്ങൾക്ക് ഈ സന്ദർഭത്തിൽ ഉറപ്പു തരികയാണ്. നമ്മെ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ ഖുർആൻ അംഗീകരിച്ച് അതിനെ പ്രചരിപ്പിച്ച് അത് ജീവിതത്തിൽ പാലിച്ച് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. والآن بعد التكريمات فيعلن التكريم الأخ محمد سهيل من دائرة الشؤون الإسلامية والعمل الخيري، فليتفضل مشكور. السلام عليكم ورحمة الله وبركاته. طبعا نشكر الشيخ على هذه الكلمة الرائعة التي قدمها، فأسأل الله أن يجعل ذلك في ميزان حسناته. ونبغي ندعي للشيخ شوي لأن كل يطلبون من الدعاء، فنحن الآن ندعو له. أسأل الله عز وجل أن يرفع قدره وأن يعني يكثر أجره وأن يحفظها إن شاء الله في حضره وسفره. الشيخ جزاه الله خير عنده لفتة طيبة يعني هدية منه خاصة صاحب السمو الشيخ محمد بن راشد آل مكتوم، ولحرمه صاحبة السمو الشيخة هند آل مكتوم، وكذلك للسيد سعادة محمد بن إبراهيم الشيباني. فليتفضل الشيخ الدكتور السديس لتسليم الهدايا ويرافقه الشيخ أستاذ محمد الشيباني. ما شاء الله. هذا طال عمرك الشيخ بها مبارك يا ربي حقكم أكبر نعمة واختره لهم من الدعاء. الله يحفظك. هذه على جزاك الله خير. إذا حضر القسم جزاك الله خير. طيب شيخ هذا الشيخ عبد الصمد جزاه الله خير، تفضل. مشكور. موجود. بالسلام لا تنسى. عبد الصمد والفقير الله. طيب الآن أيضا عندنا تكريم من المركز جزاهم الله خير للشيخ الفاضل، فليتفضل السادة شمس. طيب
يتفضل سعادة محمد الشيباني لاستلام الجائزة من المركز. جزاكم الله خير. تكريم السيد حمد الشيباني أيضا على جهوده التي يبذلها في هذا المؤتمر. تفضل أستاذ زكريا. وعليكم. شكر الحضور على حسن الإنصات، والسلام عليكم ورحمة الله.